മതി മതി മതി. അറിയാലോ, നിന്നെയും കാത്ത് ഇവിടെ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ദിവസവും കത്തിടണം. ഈ ക്രിസ്മസിന് എന്ത് വന്നാലും നാട്ടിലേക്ക് പോകണം. പിന്നെ അച്ഛൻ്റെ ഒരു ചങ്ങാതി മാത്യൂസ് ഉണ്ട്. പറ്റുമെങ്കിൽ പോകുന്ന പോക്കൽ അയാളെ ഒന്ന് കാണണം. എത്ര തവണ പറയുന്ന അമ്മച്ചി, എന്തെങ്കിലും ഒന്ന് മാറ്റി പറ. അതല്ലടാ, എല്ലാം കുഴപ്പം പിടിച്ച സ്ഥലങ്ങളാ. നോക്കിയും കണ്ടുമൊക്കെ നിന്നോളണം. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഓ, അമ്മച്ചിക്ക് സെന്റിമെന്റ്സ് പിന്നെയും കൂടി. ഇച്ചായൻ ധൈര്യമായിട്ട് പോ. പിന്നെ പോയിട്ട് ഈ പോലീസ് ഉപ്പായത്തിന്റെ വില കളയാഞ്ഞാ മതി. ബഹുമാനപ്പെട്ട കളക്ടർ സർ, നിങ്ങളൊരു മലയാളി ആയതുകൊണ്ട് മാതൃഭാഷയിൽ പറയുന്നതായിരിക്കും നല്ലത്. സർ, ഗൗതമ ബുദ്ധന്റെ വേരുള്ള കലിംഗ മണ്ണിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. ബുദ്ധന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, ഒറീസയിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ അവരുടെ കരയുന്ന കണ്ണുകളിൽ നിന്നുള്ള കണ്ണീർ ശേഖരിക്കുകയാണെങ്കിൽ അത് ഈ ഒറീസയിലെ ജലാശയങ്ങളിലെ വെള്ളത്തേക്കാൾ എത്രയോ അധികമായിരിക്കും. മീരാബായി, നിങ്ങളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കൂട്ടം ടിപ്പിക്കൽ റൗഡികൾ ഭരിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങളുടെ പരിമിതമായ അധികാരങ്ങൾ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? പ്രതികരിക്കണം സർ. അതിനാവില്ലെങ്കിൽ ഈ IAS-ഉം IPS-ഉം കളഞ്ഞ് ഞങ്ങളോടൊപ്പം ഗ്രാമത്തിലേക്ക് ഇറങ്ങണം. मिस मीराबाई, एटा ऑफिशियल मीटिंग आपण एमती कहवाटा ठीक होऊन और कैसा बात करे जहां नैतिकता नहीं है. ഒരു നാട്ടാചാരത്തിന്റെ പേരിൽ സ്വന്തം മകൾ കൺമുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കണ്ട ഒരു അമ്മ അത് തെളിവ് സഹിതം നിങ്ങൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് ഇന്നേക്ക് എത്ര നാളായി? അവരുടെ പരാതികൾ നിങ്ങൾ അന്വേഷിച്ചോ? അജി ചോടിയേ, വേ ബി जिंदा है या मर गए हैं? कहीं कोई कभी जानना चाहा? ജവാബ് ദവാക്കു ഹബോ ആഗ്യാ. സുനേയുടെ അമ്മയെ പ്രധാൻ കുടുംബം വെടിവെച്ച് കൊന്നത് കണ്ടതിന് സാക്ഷികളുണ്ട്. അവർ ഭയന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. ചൂപ്പ് രହୁଛନ୍ତି ସେମାନେ. ഭയരെ ଆଉ କ'ଣ କରିବେ? ഉള്ളവന്റെ ദേഹത്ത് ഒരു വെടിയുണ്ട ഏറ്റാൽ അത് സ്വർണ്ണയുണ്ടയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കും. ഇല്ലാത്തവന്റെ ദേഹം വിശന്നുണങ്ങി വരേണ്ടതാണല്ലോ. ഇത് ഷണ്ടത്വമാണ് സർ, അധികാരത്തിന്റെ ഷണ്ടത്വം. മീരാബായി, കൺട്രോൾ യുവർസെൽഫ്. ഇതുപോലുള്ള അവസരങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പാടാണ് സർ. ബുദ്ധിമുട്ടാണെങ്കിൽ ആയുധമെടുക്കാം, വെടിവെച്ചു കൊല്ലാം. କାମଦେବଙ୍କୁ ଗିରଫ କର. ରତ୍ନନାନୀକୁ ନ୍ୟାୟ ଦିଅ. ଗାଝିଓଙ୍କୁ ସୁରକ୍ଷା ଦିଅ. Stop it. Silence. Silence, please. इस देश में इंदिरा गांधी जैसी महिला राज कर रही है, लेकिन यहाँ की औरतें सुरक्षित नहीं हैं। साथियों, गांधी जी ने जो कहा था आज हमें वो उल्टा करना पड़ रहा है. भारत की आत्मा गांव में नहीं बसते, गांव में बसे है सिर्फ माँ, बहन और बेटियों की दर्दनाक विलाप. അണ്ടർ സെക്ഷൻ 302 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഗഞ്ചാമിലെ ചികിട്ടി കോളനിയിലെ അന്തേവാസിയായ രത്നവല്ലി എന്ന സ്ത്രീ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കാമദേവ പ്രധാൻ എന്ന ആളെ അറസ്റ്റ് ചെയ്യുവാനും രത്നവല്ലിയുടെ നിരാലംബയായ മകൾ സുനേയ്ക്ക് നഷ്ടപരിഹാരമെന്ന നിലയിൽ 1 ലക്ഷം രൂപ നൽകുവാനും കേസ് നടപടികൾ തീരുന്നതുവരെയോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാലം വരെയോ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും ഏർപ്പാടാക്കുവാൻ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കളക്ടർ ഉത്തരവിടുന്നു. ମୁଁ ଫେରି ଆସିବି. ପରମ୍ପରା ନିର୍ବିଘ୍ନରେ ଚାଲିଥାଉ. ଅଗ୍ନି ପୂର୍ଣ୍ଣିମାର ପୂର୍ଣ୍ଣାହୁତି ବେଳେ ମୁଁ ବି ଠିଆ ହେଇଥିବି. ହଉ ଆଜ୍ଞା. ଠାକୁରଙ୍କ ନିୟମ ବିରୁଦ୍ଧରେ କୌଣସି ନିୟମ ନାହିଁ. ପୋଲିସ ନାହିଁ କି କୋର୍ଟ କଚେରୀ ବି ନାହିଁ. ବୁଝିହେଲା?
ജോലിയൊക്കെ കുറച്ച് കടുപ്പം തന്നെയാണ് അമ്മച്ചി. അത് സാരമില്ല. എന്തായാലും പോലീസാവാതെ പറ്റില്ലല്ലോ. സലോമി പെണ്ണിനെ നമുക്ക് കെട്ടിച്ചു വിടണ്ടേ? അയ്യടാ, കത്ത് വായിച്ചാൽ തോന്നുന്നു എന്നെ കെട്ടിക്കാൻ അയച്ചാ ഞാൻ പോലീസുകാരനായതെന്ന്. നീ കൊഞ്ചാതെ വേഗം വായിക്കടി. ഇപ്പൊ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ടാ, ഗഞ്ചാം എന്ന ഗ്രാമത്തിലേക്ക്. ഇവിടെ നിന്ന് 2 ദിവസത്തെ യാത്രയുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. സലോമി ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ കാക്കിക്കുപ്പായതിന്റെ വില കളയാതിരിക്കാൻ, അപ്പനെ പോലെ അന്തസ്സുള്ള പോലീസാണെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ. କୁଳ ବଂଶ କୁଆଡ଼େ ଯାଇଛି? ପ୍ରଧାନ ବଂଶର ଉତ୍ତରାଧିକାରୀକୁ ପୋଲିସ ଧରି ନେଇଛି, ତଥାପି ଅଲାଜୁକ ଭଳିଆ ବସିଛ। କେଡ଼େ ଦୁର୍ଭାଗ୍ୟ! ଏ ବଂଶ ବୁଡ଼ି ଯିବାର ଲକ୍ଷଣ ଏଇଟା। ତମ ଚୁଟି ଭଳି ବୁଦ୍ଧି ମଧ୍ୟ ପାଚିଗଲାଣି। അമ്മയുടെ തല മാത്രമല്ല, ബുദ്ധിയും നരച്ചു. ପ୍ରଧାନ ବଂଶ ବୁଡ଼ିଗଲେ പ്രധാൻ കുലം ഇല്ലാതാവുക എന്നാൽ ഒറിയ ദേശം ഇല്ലാതാവണം. ବିଶ୍ୱ ବ୍ରହ୍ମାଣ୍ଡ ഈ ലോകം തന്നെ ഇല്ലാതാവണം. ସବୁବେଳେ ଆକାଶରେ ରହିବା സർവശക്തിമാൻ 24 മണിക്കൂറും ഉച്ചസ്ഥായിൽ നിൽക്കാൻ ശക്തിമാനും തേജസ്വിയുമായ സൂര്യഭഗവാന് പോലും സാധിക്കുന്നില്ല. പിന്നല്ലേ പ്രധാൻ കുലം? ഒരു ഉച്ചയ്ക്കൊരു സന്ധ്യയുണ്ട്, പിന്നെ അസ്തമയം. ଚୁପ୍! ମୁହଁ ବନ୍ଦ କରି ଚୁପଚାପ କଥା ମାନି ଏଠୁ ଚାଲିଯା। କଳି ଯୁଗର ଲକ୍ଷଣ ତ, ନହେଲେ ପ୍ରଧାନ ସାମ୍ନାରେ ତୋ ଭଳିଆ ଦାସୀ। ପ୍ରଧାନ ପରିବାରର ପୁରୁଷମାନଙ୍କର ଯୌନ ବାସନାର ତୃପ୍ତି ପାଇଁ ଦାସୀ ଯଦି ନିହାତି ଜରୁରୀ, ତେବେ ଦାସୀର କଥା ବି ଶୁଣିବାକୁ ପଡ଼ିବ। ଛାଡ଼ି ଦିଅ ମତେ! ଛାଡ଼! ମୁଁ କହୁଛି ଛାଡ଼ ମତେ! ଛାଡ଼! ഇതാണ് ലോകനാഥന്റെ ദാസികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും പ്രധാൻ കുലത്തിന്റെ അടിമകളും വെപ്പാട്ടികളുമായി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ദേവദാസികളുടെ കഥ. പ്രധാൻ കുലത്തിന് പരമ്പരാഗതമായി ലഭിച്ച് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഈ അധികാര പെരുമയ്ക്കും 18-ാം വയസ്സിൽ ജീവിതത്തിന്റെ ബലിപീഠത്തിലേക്ക് ശിരസുരുക്കി കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കുമിടയിലേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്, ഒരു കാവലാളായിട്ട്. வாழ்க்கையில் நான் எங்கோ இருக்க வேண்டியவன் தப்பி தவறி இந்த வேலைக்கு வந்து இவ்வளோ கஷ்டப்படுறேன். 5 நிமிஷம் பெரிய அதிகாரியை உட்கார விட மாட்டாங்க. சார் தாஹல்லே மாஸ்டர். ठीक ଅଛି जाओ. நான் கூட பெரிய அதிகாரி நினைச்சு சலிட்டு அடிச்சு விட்டேன். எனக்கு கீழே வேலைக்கு வந்தவன். சார் ஆமா, ஏன்டா அவ்வளவு நேரம்? അല്ല, വഴി അറിയാതെ കുറെ തപ്പി, അതാണാ. அப்படி குத்துறனா அண்ணா புண்ணான்னு? நீ டூட்டிக்கு வரும்போதே என்ன சொல்லியிருக்கேன்? வாங்க சார் போங்க சார்னு பேசணும்னு. ரெஸ்பெக்ட் கொடுத்து ரெஸ்பெக்ட கத்துக்க. இங்க இரு, நீ கேரளா ஆச்சி, நீ தமிழே. ஐயோ, எனக்கே கன்ஃபியூஸ் ஆகுது பாரு. இங்க பாரு, நீ கேரளாக்காரே, நான் தமிழ்நாட்டுக்காரே. நம்ம டூட்டி பாக்குறது ஒரிசாவில். 2 நாடு 1 நாடுன்னு என் மேல குதிரை ஏறணும்னு நினைக்காத. അല്ല സാർ, ഈ ബാഗ് അവിടെ വെക്കണം. என் தலையில வைவே. அப்படி போட்டண்ணா போடா. அங்க ஒரு லாந்தர் எரியுது பாரு, அங்க கொண்டு போய் பேக்க வச்சுட்டு ட்ரெஸ்ஸை மாத்திக்கிட்டு வா. இங்க டூட்டி பார்க்கணும். ഓക്കെ സാർ. இதுக்கு ஒண்ணு குறைச்சல்ல. அப்படியே உட்காரியா.